മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇന്ന് തീരുമാനിച്ചേക്കും. ഇന്നലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൈമാറി സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടത്. സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തണമെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ ഉത്തരവിൽ DGP ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിവരങ്ങളുമായി സലിം മാലിക്കാണ് ട്രിവാൻഡ്രത്തും ചേരുന്നത്. സലിം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഈ സജി ചെറിയാന്റെ ഭരണഘടനാ അവഹേളന പ്രസംഗത്തിൽ അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അറിയാൻ പോകുന്നു. അപ്പോൾ എന്ത് നിർദ്ദേശമാണ് DGP നൽകിയത്? കൃത്യമായി അത് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ വേണമെന്ന ഒരു നിർദ്ദേശം DGP നൽകിയതായി അറിയുന്നു. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. ഈ സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ ഇന്ന് ആ അന്വേഷണം, സജി ചെറിയാനെതിരെ പുതിയ അന്വേഷണം നടത്തുന്നത് ആരൊക്കെ എന്ന് ഇന്ന് അറിയാമെന്നുള്ളതാണ്. അത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ട് ഉത്തരവിറങ്ങിയത് ഇന്നലെയാണ്. അതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് തന്നെ തീരുമാനമെടുക്കണം, ആരന്വേഷിക്കണമെന്ന് തീരുമാനമെടുക്കണം എന്നും DGP നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാകും ഇത് അന്വേഷിക്കുക എന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം ഹൈക്കോടതി നേരിട്ട് നിർദ്ദേശിച്ചതാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം. മാത്രമല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവിട്ട് ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ട് ഒരാഴ്ചയും സർക്കാർ ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ട് എടുത്തില്ല. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇത് മാധ്യമങ്ങളിൽ വാർത്തയായി. അതിന് പിന്നാലെ ഇത് കോടതിയലക്ഷ്യ ഹർജിയായി വീണ്ടും ഹൈക്കോടതിയിലേക്ക് കൂടി പോകുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ അത്തരത്തിൽ ഒരു ഉത്തരവ് ഇട്ടത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ തിരക്ക് പിടിച്ച ചർച്ചകൾക്കൊടുവിലാണ് ഏറ്റവും ഒടുവിൽ മന്ത്രിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നൊരു ഉത്തരവിട്ടിരിക്കുന്നത്. സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ആ അന്വേഷണം വളരെ നിർണായകമാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ഭരണഘടനാ അവഹേളന പ്രസംഗം നടത്തിയ സമയത്ത് സജി ചെറിയാനെതിരെ ഒരു പോലീസ് അന്വേഷണം വരികയും അന്ന് സജി ചെറിയാന്റെ രാജി വെക്കുമ്പോൾ സജി ചെറിയാൻ പറഞ്ഞിരുന്നത് തനിക്കെതിരെ ഒരു പോലീസ് അന്വേഷണം നടക്കുകയാണ്, താൻ മന്ത്രിയായി തുടരുമ്പോൾ അങ്ങനെ ഒരു സത്യസന്ധമായ അന്വേഷണം അതിൽ നടക്കാനിടയില്ല, അതുകൊണ്ട് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ താൻ രാജിവെക്കുകയാണ് എന്നുള്ളതായിരുന്നു സജി ചെറിയാൻ അന്ന് വ്യക്തമാക്കിയത്. അതിനേക്കാൾ ഗൗരവമായ ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. അങ്ങനെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആ വിഷയത്തിൽ നടക്കുമ്പോൾ പഴയ നിലപാട് സജി ചെറിയാൻ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു രാജ്യസമ്മർദ്ദം എവിടെ നിന്നുമില്ല, പ്രതിപക്ഷത്തു നിന്ന് പോലും കാര്യമായ ഒരു രാജ്യസമ്മർദ്ദമില്ല എന്നുള്ളതാണ് കൗതുകം. കാരണം ഹൈക്കോടതി തന്നെ പോലീസ് റിപ്പോർട്ട് തള്ളി. അതിനുശേഷം ആ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ചില പ്രതിഷേധങ്ങളും കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് സജി ചെറിയാന്റെ രാജിയിൽ പ്രതിപക്ഷം പോലും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മന്ത്രിസഭയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ CPIM പിന്തുണയും നിലവിൽ സജി ചെറിയാന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ക്രിസ്റ്റീന, പ്രജിൻ.